ലോകോത്തര നിലവാരമുള്ള ജർമ്മൻ സ്വിറ്റ്സർലാൻഡ് നിർമ്മിത ലേറ്റസ്റ്റ് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡുകൾ ഇപ്പോൾ ഇന്റർനാഷണൽ വാറന്റിയോടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ദൈനംദിന ഈർപ്പവും ജലാംശവും പ്രതിരോധിക്കുന്ന നൂതന വാട്ടർ റെസിസ്റ്റന്റ് സാങ്കേതിക വിദ്യ, ബ്ലൂടൂത്ത് റീചാർജബിൾ കണക്ടിവിറ്റി, മികച്ച ബാറ്ററി പെർഫോമൻസും ഒപ്പം കൃത്യമായ നോയ്സ് റിഡക്ഷൻ ടെക്നോളജി. ഏവർക്കും സൗജന്യ ട്രയൽ, പലിശരഹിത തവണ വ്യവസ്ഥയിൽ എളുപ്പത്തിൽ വാങ്ങാനുള്ള സൗകര്യവും സൗജന്യ ഹോം സർവീസും കൂടാതെ സ്പീച്ച് തെറാപ്പിയും ഇവിടെ ലഭ്യമാണ്. ഇന്നു തന്നെ നിങ്ങളുടെ ഫ്രീ ട്രയൽ ബുക്ക് ചെയ്യൂ. ക്ലിയർ ടോൺ ഹിയറിംഗ് എയ്ഡ് സെന്റർ ആൻഡ് സ്പീച്ച് തെറാപ്പി ക്ലിനിക്. വിളിക്കൂ 8086 682222. വെസ്റ്റേൺ പ്ലാസ ബിൽഡിംഗ്, വെസ്റ്റ് ഫോർട്ട് സിഗ്നൽ ജംഗ്ഷൻ, തൃശൂർ. വരവൂർ സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അധ്യാപകൻ മണികണ്ഠന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകൻ മണികണ്ഠന് തൃശൂർ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ചെറുതുരുത്തി പോലീസാണ് അധ്യാപകനെതിരെ കേസെടുത്തിരുന്നത്. വ്യാഴാഴ്ച കേസിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് സെഷൻസ് കോടതി വെള്ളിയാഴ്ച മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പ്രതിഭാഗത്തിനു വേണ്ടി അഭിഭാഷകരായ ഇ പ്രജിത് കുമാർ, അനൂർ റമീസ് എന്നിവർ കോടതിയിൽ ഹാജരായി. വരവൂർ സ്കൂളിലെ ആരോപണ വിധേയനായ അധ്യാപകൻ മണികണ്ഠൻ മാഷ്ക്ക് ഇന്ന് തൃശൂർ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇത് കേരളത്തിലെ അടുത്തിടെ ഏറ്റവും സെൻസേഷണലായ ന്യൂസായിരുന്നു. രണ്ട് പക്ഷവും ആളുകൾ അധ്യാപകൻ വിദ്യാർത്ഥി അടിക്കാമെന്നൊരു പക്ഷം അധ്യാപകൻ വിദ്യാർത്ഥി അടിക്കുന്നത് മനുഷ്യത്വരഹിതമാണ്, ശരിയല്ല, അവനെ ഉപദേശിച്ച് നേർവരയിലേക്ക് കൊണ്ടുവരേണ്ടത് അധ്യാപകൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മറുപക്ഷം. രണ്ട് വാദങ്ങളും അവിടെ നിൽക്കട്ടെ. കോടതി കണക്കിലെടുത്തത്, കോടതിക്ക് മുമ്പാകെ നമ്മൾ അവതരിപ്പിച്ചത്, ഒരു രക്ഷിതാവ് സ്കൂളിലേക്ക് ഒരു കുട്ടിയെ അയക്കുമ്പോൾ ആ രക്ഷിതാവ് അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ഒരു ഇംപ്ലൈഡ് അതോറിറ്റി കൊടുക്കുന്നു. എന്തിനാണ്? ആ സ്കൂളിൽ നിൽക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്താനും കുട്ടിയെ നല്ല രാഷ്ട്രത്തിൽ നല്ല ഒരു പൗരനായി, രാഷ്ട്രബോധമുള്ള ഒരു പൗരനായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു അധ്യാപകന് ഇംപ്ലൈഡ് അതോറിറ്റി കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ശിക്ഷാ നടപടികൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ റദ്ദാക്കേണ്ടതാണെന്നാണ് ഹൈക്കോടതി നിരവധി വിധിന്യായങ്ങളുടെ മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനെ ചൂട് പിടിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതി നമ്മൾ ഈ കേസ് കോടതിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ഒരു വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി കുട്ടിയെ ഉപദ്രവിച്ചതല്ല. അധ്യാപകൻ ഒരു ഇൻറ്റൻഷൻ ഇല്ല, കുട്ടിയെ ഉപദ്രവിക്കാൻ ഉള്ള ഒരു ഇൻറ്റൻഷൻ അധ്യാപകനില്ല. ഇതിൻ്റെ ഭാഗമായി, നേരത്തെ സൂചിപ്പിച്ച ഇതിൻ്റെ ഭാഗമായി നടത്തിയ ചില ശിക്ഷാ നടപടികളാണ് എന്ന് കോടതി ബോധ്യപ്പെടുത്തുകയും കോടതി മാഷ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. സന്തോഷം. വിദ്യാർത്ഥിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നടപടി. സംഭവത്തെ തുടർന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. You are watching VCV News.